ഇത് പഴയ കാലമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ശത്രുക്കൾ ഇല്ലെങ്കിൽ എതിരാളികൾ ഏത് തന്ത്രവും പയറ്റുന്നുണ്ട്. പണ്ടും അത്തരം തന്ത്രങ്ങൾ പയറ്റുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹൈടെക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കാൻ ഇന്ന് അതിന് സംവിധാനങ്ങളുണ്ട്. മുൻപ് ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആ ആരോപണത്തെ പ്രതിരോധിക്കുന്നത് ഒരു നേതാവിൻ്റെ കടമയായിരുന്നു. ആ നേതാവിൻ്റെ ബുദ്ധിയാണ് കൃത്യമായി ആ ആരോപണങ്ങളെ തകർത്തെറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ നേതാവ് ഒറ്റയ്ക്കല്ല, ഒരു സംഘം ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്, ഇല്ലെങ്കിൽ ആരോപണം നിർമ്മിക്കാൻ പണിയെടുക്കുന്നതും ഒപ്പം തന്നെ ആരോപണങ്ങൾ തടയാൻ പണിയെടുക്കുന്നതും. നിമിഷ നേരം കൊണ്ടാണ് അതിന് മറുപടി ഉണ്ടാകുന്നതും ആ മറുപടി വൈറലായി മാറുന്നതും. കാരണം സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സദാ സമയവും ഏവരുടെയും മൊബൈൽ ഫോണുകൾ ക്യാമറകളായി മാറുന്നു. ലോകത്തെമ്പാടും അത് ലൈവായി മാറുന്നു. ജേർണലിസം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേരിലേക്ക് ഒതുങ്ങിയിരുന്ന കാലം പോയി. ഇന്ന് എല്ലാവരും ജേർണലിസ്റ്റുകളാണ്, എല്ലാവരും റിപ്പോർട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി പുറപ്പെട്ട് ഗോതയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞത് ഞാനല്ല, പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ ചേർന്ന പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വേണം നാം കൈകാര്യം ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടാകരുത്, നമ്മളുടെ നാവിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കപ്പെടുകയും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യം. ആ സമയനഷ്ടം തന്നെയാണ് എതിരാളികൾ കണ്ടെത്തുന്നതും. ഏതായാലും കഴിഞ്ഞ ദിവസം കർണാടകയിലെ BJP MP അനന്തകുമാർ ഹെഡ്ഗെയുടെ ഒരു പ്രസ്താവന അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്ത, അനന്തകുമാർ ഹെഡ്ഗെ കർണാടകത്തിലെ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കില്ല എന്നാണ്. ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികൾ ആവേശത്തിമുറിപ്പിൽ പറയുന്നതാകാം. പഴയതുപോലെ അല്ല കാര്യങ്ങൾ. പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നിമിഷ നേരം മതി. കാരണം അതിനുവേണ്ടി തന്നെ എല്ലാ പാർട്ടികളും സജ്ജമാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് പേരെയാണ്. അവർ ആയിരക്കണക്കിന് പേരെ സജ്ജമാക്കി എന്ന് മാത്രമല്ല, അത് സ്പ്രെഡ് ചെയ്യിക്കാനുള്ള സംവിധാനങ്ങളും ഇന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂരിൽ തൻ്റെ പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നൽകിയ കിരീടത്തെക്കുറിച്ചായിരുന്നു വാർത്ത. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ സ്ഥാനാർത്ഥിയുടെ മനസ്സ് മടിപ്പിക്കുക, അല്ലെങ്കിൽ അണികളുടെ മനസ്സ് മടിപ്പിക്കുക, ഒപ്പം തന്നെ ഇവർക്ക് ഇത് അതിനൊരു മറുപടി കൊടുക്കേണ്ട ഒരു സമയം, ആ ഒരു സമയത്തേക്ക് ഇവരുടെ പ്രചരണത്തെ മന്ദീഭവിപ്പിക്കുക, ഇല്ലെങ്കിൽ ആ പ്രചരണം സ്ലോ ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇത് പഴയ കാലത്തും ഈ തന്ത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ പഴയ കാലത്ത് ഒരു നേതാവിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളത്. ആ നേതാവ് ബുദ്ധിപൂർവ്വം ആലോചിച്ചതിന് മറുപടി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നേതാവ് മറുപടി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടൊരു ഒരു പ്രൊഫഷണലായിട്ടൊരു ടീം തന്നെ മറുപടി കൊടുക്കാൻ വേണ്ടി, CPM ഒക്കെ അതിനെ ക്യാപ്സൂൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നമ്മളുടെ വായിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിൽ നിന്ന് ഒരു തെറ്റ് മറ്റുള്ളവർക്ക് വേദന തോന്നുന്നു, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വളച്ചൊടിക്കാൻ പരുവത്തിനുള്ള കാര്യങ്ങളോ പറയരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമൊക്കെ ഹൈടെക് തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ചെറിയ കാര്യം മതി പിഴവ് പറ്റ. കാരണം ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് എല്ലാ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും സഞ്ചരിക്കുന്നത്. അവിടെ നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി എല്ലാം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ട് മുന്നണികളും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി BJPയുടെ സുരേഷ് ഗോപി ആകണം എന്നെനിക്ക് തോന്നുന്നു. കാരണം മറ്റൊരു സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇത്ര ശക്തമായ രീതിയിലുള്ളൊരു പ്രചരണമോ ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ ഉള്ള ഒരു വാർത്തകളോ ഒന്നും കാണുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം സ്റ്റാർ ആയതുകൊണ്ടും ഇല്ലെങ്കിൽ തൃശ്ശൂർ അദ്ദേഹം ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടുമൊക്കെ ആയിരിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കല്ലേറ് വാങ്ങുന്ന, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ വരുന്ന ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. ഏതായാലും ഈ സ്ഥാനാർത്ഥികളൊക്കെ, അത് സുരേഷ് ഗോപി ആകണമെന്നല്ല, ഏത് സ്ഥാനാർത്ഥി ആയാലും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ചുറ്റും മിഴി തുറക്കുന്ന മൊബൈൽ ഫോണുകളെല്ലാം നമുക്ക് അനുകൂലമായ സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല പകർത്തുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. പകരം നമ്മുടെ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ഒപ്പിയെടുത്ത് ശത്രുവിൻ്റെ പാളയത്തിൽ എത്തിച്ച് അത് നിമിഷ നേരം കൊണ്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ ആക്കി മാറ്റുവാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും ഇത്തരം ആൾക്കാർ. അതുകൊണ്ട് തന്നെ മൊബൈൽ ക്യാമറകളും മറ്റ് ക്യാമറകളും ഒക്കെ തന്നെ ആ രീതിയിൽ വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കാണാൻ. ഒരുപക്ഷെ നമ്മൾ നിർദോഷകരമായി ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിച്ചാലും നാളെ അത് മദ്യമെന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന് വരാം. അത്തരത്തിലാണ് നമ്മുടെ മലീമസമായ ഒരു പോക്കാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഏതായാലും അത് ജനാധിപത്യത്തിന് എത്രത്തോളം ശക്തിപ്പെടുത്തും എന്നറിയില്ല. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അത് നശിപ്പിക്കും. കാരണം ഇത് പല രീതിയിൽ ഇത്തരം വാർത്തകളെ വളച്ചൊടിക്കാൻ കഴിയും, വർഗീയമായി വളച്ചൊടിക്കാൻ കഴിയും, മതപരമായി ചെയ്യാൻ കഴിയും, പീഡന പരാതികൾ രൂപത്തിൽ വരും, അങ്ങനെ പല രീതിയിലും വരും. ഏതായാലും തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു അവൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് പെരുമാറും എന്നൊരു ഉത്തമ ബോധ്യം
ഈ പട നയിക്കുന്ന ആ നേതാവിനും ഉണ്ടാകണം, അണികൾക്കും ഉണ്ടാകണം. ഇല്ല എങ്കിൽ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും. അതിനെ ഈ ന്യായീകരിച്ചു ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഇടയാക്കും. അതുകൊണ്ടായിരിക്കണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കള്ളക്കഥകളെ നേരിട്ട് അധികാരത്തിലേക്ക് എത്തിയ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുക തന്നെ വേണം. ജാഗ്രതയുണ്ടാകണം, നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകരുത്. കാരണം ഈ കുറച്ച് ദിവസങ്ങളെ തിരഞ്ഞെടുപ്പിനുള്ളൂ. ആ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ജാഗ്രതയോടെ മുൻപോട്ട് പോകണം. എനിക്ക് തോന്നുന്നത് നിലവിൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വളരെ മിതത്വം പാലിച്ചാണ് സംസാരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പോലും ഒരു മിതത്വം കാണാനുണ്ട്. അതൊരു നല്ല ലക്ഷണവുമാണ്. ഇത് ന്യൂസിൻ്റെ ഒരു പോയിൻ്റ്. നന്ദി, നമസ്കാരം.